ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് എനിക്ക് പെട്ടെന്ന് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാണ് എൻ്റെ അങ്കിളിൻ്റെ മോള്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവളുടെ സ്കൂളിൽ ഡാൻസ് പരിപാടി ഉണ്ട്. അപ്പോൾ അതൊരു ഫ്ലവർ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് ഫേസിൽ വെക്കാനായിട്ടാണ് ഈ ഒരു ഫ്ലവർ മാസ്ക് ചെയ്തിരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത് ചെയ്യുന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ കൂടെ എടുത്ത് വെക്കാം, ഇത് യൂസ്ഫുൾ ആവുന്നവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് കാർഡ്ബോർഡ്, ഗ്ലൂ, പിന്നെ നമ്മളിതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഈ ഒരു ചാർട്ടാണ് കേട്ടോ. ഇത് 25 രൂപയുടെ ഒരു ചാർട്ടാണ്, കുറച്ച് കട്ടിയുള്ള ചാർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ഗ്ലിറ്ററി ഫോം ഷീറ്റും കൂടെ യൂസ് ആക്കി. ഫസ്റ്റ് തന്നെ നമ്മൾ കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫേസിന് പാകാവുന്ന ആ ഒരു വലുപ്പത്തിൽ അതിന്റെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കാർഡ്ബോർഡിൽ ഇനി നമുക്കിത് തലയിൽ വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു ത്രെഡോ എന്തെങ്കിലും കെട്ടി കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു മാസ്കിന്റെ ആ ഒരു സംഭവം അതെടുത്തിട്ട് 2 സൈഡിലായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പാകത്തെ സൈസിലായിട്ട് തലയിൽ വെക്കാനായിട്ട് പറ്റും. ഇനി ഈ കാർഡ്ബോർഡിൽ മൊത്തത്തിലൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ ഇതളും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ ഇതളും നമുക്ക് എത്ര സൈസിൽ വേണം എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വലിയ ഇതളുകളാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഇനി ഇതിലും ചെറിയ ഇതളുകൾ വെക്കുന്നത്. അങ്ങനെ ഒരു 3 സെറ്റ് ഓഫ് ഇതളുകളാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇത് സ്പീഡിൽ കാണിച്ചുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീരുന്ന പോലെയൊക്കെ തോന്നുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടി തന്നെയാണ്. ഇനി ഗ്ലിറ്ററി ഫോം ഷീറ്റ് ഒരു ബ്രൗൺ കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറിയ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇത് റൗണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനിതൊരു സൺഫ്ലവറിന്റെ കളറിലാണ് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ചാർട്ട് യെല്ലോ കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് കളറിൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.